അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോഴേ ഇന്ന് നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകും വേണം. അപ്പോൾ അതാ നേരം വെളുത്തിട്ടേ ഉള്ളൂ. നേരം 5:45 കേട്ടോ. ഞാൻ നേരം വെളുത്ത് ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കയറിയിട്ടുള്ള സ്ഥലം. വീടിൻ്റെ ബാക്ക് ഭാഗമാണിട്ടത്. ഇലകളൊക്കെ നല്ലതുപോലെ ചാടിയിട്ടുണ്ട്. അടുപ്പത്ത് ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. കഞ്ഞിക്ക് വെള്ളം വെച്ച് കഴുകി അടുപ്പത്തിട്ടോ. തീ പിടിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചോറിന് വെള്ളം വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അരി കഴുകി വെച്ചാൽ പിന്നെ അത് തിളച്ച് കഴിഞ്ഞാൽ അത് ഇട്ടാൽ മതി. ഇന്ന് 2 പണിക്കാരുണ്ടാവും, അവർക്ക് കഞ്ഞിയും ചോറും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ കീറിയ അവസ്ഥയാണ് കാണുന്നത്. മഴ പെയ്യണ വെള്ളം മുഴുവനും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി താന്ന് പോവുകയാണ്. നമ്മുടെ പുതിയ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെള്ളം കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താവും എന്നറിയില്ല. പെട്ടെന്ന് പടവ് കഴിഞ്ഞ് കിട്ടട്ടെ. കല്ലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്ന പണി. അപ്പോൾ എന്താ പറയുക, നേരം 5:45 അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല മഴക്കോളുണ്ട്, മഴൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞു സ്വർഗം പൊളിച്ചു. അപ്പോൾ ഇതാ ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരികയാണ്. നേരം വെളുക്കണേ ഉള്ളൂ. റോട്ടിലുള്ള ലൈറ്റുകളൊന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ നേരം വെളുത്താതെ ഫ്രണ്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കും കേട്ടോ. മഴയത്തും കാറ്റത്തും വല്ല ചെടികളോ കമ്പോ എന്തെങ്കിലും ഒടിഞ്ഞു പോയിട്ടുണ്ടോ, വല്ല കിളികളോ അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, വല്ല കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു നോട്ടാണ്. പിന്നെ തോട്ടിൽ എങ്ങനെയുണ്ട് വെള്ളം, നല്ല കലക്ക വെള്ളമാണോ, തെളിഞ്ഞ വെള്ളമാണോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രണ്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഈ മരത്തുമെന്ന് പൊട്ടിച്ചെടുക്കും വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ മഴ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്, നല്ല മൂടലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്. രാവിലെ വന്ന് നോക്കിയാൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇപ്പുറത്തുള്ള നമ്മളെ അയൽവാസികളുടെ തോട്ടം, അതിൽ നിറയെ കാട്ടുമരങ്ങളാണ് കേട്ടോ. മാവും പ്ലാവും ഒന്നും വേണ്ട, കാട്ടിലുള്ള എല്ലാ വിധത്തിലുള്ള മരങ്ങളും തേക്കാണ് കേട്ടോ കൂടുതൽ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. ഇതിങ്ങനെ നേരെ പൂക്കോട്ടുംപാടത്തേക്കുള്ള റോഡാണ്, നിലമ്പൂരിലേക്കുള്ള റോഡാണ്. ഇത് നമ്മുടെ കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻറ്റീരിയർ വർക്കും കൂടെ ഉണ്ട്. 2 റൂമും ഹാളും സിറ്റ് ഔട്ടും ഉള്ളൂ. അപ്പോൾ അതിലേക്കാണ് അടുക്കള നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടിൽ പാകത്തിന് വെള്ളമുള്ളൂ. ഇനി ഇതിലേറെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് തോടിൻ്റെ അവിടെ ഒരു കല്ലെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം റോഡും തോടും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും എഴുതിയിട്ടാണ് വെള്ളം കുറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ വീട്ടിൽ തന്നെ കയറി വരികയാണ്. പിന്നെ അതിലെങ്ങനെ വന്നിട്ട് ഞാനിവിടെ കുറേ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊയ്ക്കണമെന്ന് നോക്കുകയാണ്. നമ്മളെ കിണറ്റിലേക്കൊന്ന് പാളി നോക്കി, കണ്ണ് കാണണമെന്നില്ല, ഇരുട്ടാണ്, നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് വീട്ടിലുണ്ടായിട്ടുണ്ട്. ചെടിമുണ്ടായ കായാണ്, നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. അപ്പോൾ ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് കായാണെന്ന് തോന്നും കേട്ടോ. ഇത് ഉണ്ടായിട്ടിപ്പോൾ കുറേ ആയി, ഒരുപാട് കാലത്ത് ഇവിടെ നിൽക്കും കേട്ടോ. അതിൻ്റെ ശേഷം ഇത് കൊഴിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ വർഷങ്ങൾ മുന്നേ കുത്തിയതായിരുന്നു. ഇപ്പോഴാണ് അതിന്മേൽ കായ ഉണ്ടാകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കറിവേപ്പില മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കുറ്റിച്ചെടികളിലൊക്കെ കിളികൾ കൂട്ടാറുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ. ഇപ്രാവശ്യം കുഞ്ഞാണിയൊക്കെ അതിൻ്റെ ചെടിൻ്റെ തല വെട്ടിയതുകൊണ്ട് അതിന്മേൽ കിളിക്കൂട് ഇല്ല, കാണുന്നില്ല. ഇനി അത് കുറച്ച് വലുതായെങ്കിൽ മാത്രമേ കിളികൾ അതിന് കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് പൊളിച്ചെടുത്തിട്ട് ചെറിയൊരു കുഞ്ഞു മതിൽ കെട്ടണം എന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പ്ലാൻ ഉണ്ട് കേട്ടോ. നടക്കുമെന്നില്ലെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീടിൻ്റെ മുറ്റത്തു കൂടെയൊക്കെ ഞാനിങ്ങനെ നടന്ന് ഈ അടുക്കള ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇനി ചോറുണ്ടാക്കണം. ഉരുളൻകിഴങ്ങും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കണം പണിക്കാർക്ക്. പണിക്കാർ നേരത്തെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാൾക്കാരേ ഉള്ളൂ. അപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചോ നോക്കുകയാണ് കേട്ടോ. ഞാൻ തീ നല്ലോണം അങ്ങോട്ട് നീക്കി കൊടുത്തു. അരി കഴുകിയിട്ടില്ല.
പിന്നെ അരിയിട്ട് ചോറ് ആയി കിട്ടി. പിന്നെ ഞാൻ ചോറ് ഊറ്റാണ് കേട്ടോ. ഞാനിങ്ങനെ കൊട്ടക്കല്ല് ഓട്ടപാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഊറ്റൽ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യൽ? നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ആ ഉള്ളിയും കിഴങ്ങും തക്കാളിയും കൂടെ ഞാൻ നുറുക്കിയത് അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നാളികേരം ഒഴിച്ച് പാരണം കേട്ടോ. അപ്പോഴത്തേനും ഇതാ പണിക്കാർ വന്നിട്ടുണ്ട്. അവരിതാ ഫൗണ്ടേഷൻ കീറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷനിൽ നിറക്കാൻ മുഴുവനും കല്ലില്ല, കുറച്ച് കല്ലേ ഉള്ളൂ. അപ്പോൾ കഞ്ഞി 10 മണിക്ക് കഞ്ഞിയും ചമ്മന്തി മീനൊക്കെ പൊരിച്ചത് കൊടുക്കണം. അതിന് വേണ്ടി ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പയറ് നുറുക്കി കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട്. കുറേ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ രീതിയിലുള്ള ഉപ്പേരിയാണ്. ഞാൻ ഉച്ചയാകുമ്പോഴത്തേനും കൊടുക്കണം, 10 മണിക്കും കൊടുക്കണം. അപ്പോൾ പയറ് മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ പയറ് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ പണിക്കാർക്ക് മീനാണ് കേട്ടോ. അയലമീൻ വാങ്ങിയിട്ട് അപ്പോൾ അത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ പച്ചമുളകൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി പയർക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേനും നമ്മുടെ പയറുപ്പേരി റെഡിയാവും കേട്ടോ. അങ്ങനെ കറി റെഡിയാവണം. പിന്നെ പപ്പടം കാച്ചിയത്, അച്ചാറ്, മീൻ പൊരിച്ചത്, ഇത് മാത്രമാണ് പണിക്കാർക്ക് കേട്ടോ. 10 മണിക്ക് പിന്നെ മീൻ പൊരിച്ചതും ഉപ്പേരിയും അച്ചാറും തിരിച്ചും മറിച്ചും ഇതൊക്കെ തന്നെയാണ് ഉച്ചക്ക് 10 മണിക്കുള്ള കറികൾ കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നാക്കി വെട്ടി കീറി നല്ല വൃത്തിയാക്കി ഞാൻ ഇതിലേക്ക് മുളക് പൊടി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മീൻ പൊരിച്ചോക്കൂടി പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചിട്ട് 2 മണി കുരുമുളകും കൂടെ അരച്ചിട്ട് ഈ ഒരു അരപ്പ് മീനുമ തേച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ മീനിൻ്റെ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഇപ്പം തന്നെ ഈ മസാല പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂട്ടി പച്ചമുളകൊക്കെ ഒരു കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത് മസാല. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിൽ പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടെ വെതറി പൊരിക്കുകയാണെങ്കിൽ സൂപ്പറാവും കേട്ടോ. അപ്പോൾ അതാ മീൻ ഞാനിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ തീ കിടുന്നതിൻ്റെ മുന്നേ തന്നെ അടുപ്പത്ത് തന്നെയാണ് മീൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞാനിതാ ചട്ടിക്ക് മീൻ ഓരോന്നിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇത് വെന്ത് ചട്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിൽ മീനിട്ടാൽ ഞാൻ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. മീനിട്ടാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മീൻ വെന്ത് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ഇത് എന്താ പറയുക കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിലൊക്കെ നാളികേരം ഇങ്ങനെ ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ ഇന്നലെ 2-3 നാളികേരം മേലെന്ന് വന്നിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറയും ഒലിച്ച് വരുന്ന നാളികേരമാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല പറയും. എനിക്കിവിടെ എന്താ പറയുക നാളികേരം തെങ്ങൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരമൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുമ്പോൾ ഞാനെടുത്ത് അത് പൊളിച്ച് കറി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനതെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോകും. നമുക്ക് നാളികേരമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് പിന്നെ എനിക്ക് അതിരാവിലെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു നാളികേരം കിട്ടിയിരുന്നു, നല്ലൊരു നാളികേരം. അതല്ലെങ്കിൽ അത് ഈ തോട്ടിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ തങ്ങി നിന്ന് കേടുവരും, അങ്ങനെയൊക്കെ മുളച്ച് തെങ്ങായിട്ട് കേടുവരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൽ നാളികേരം വരുമ്പോൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് ഇത് കേൾക്കണവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പം ഞാൻ എന്താ പറയുക, പണിക്കാർ അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നൊരു മൂടലുണ്ടെന്ന്, നല്ല മൂടലാണ്. അതുകൊണ്ടാവാൻ കിളികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. മഴ നന്നായിട്ട് പെയ്യും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 12:30 ആവണോടുകൂടി അവരത് കളച്ച് തീർക്കും. അപ്പോൾ പിന്നെ ഫൗണ്ടേഷനിൽ പിന്നെ കല്ല് നമുക്ക് ഇറക്കിയിട്ടില്ല. കല്ല് ഇറക്കണമെങ്കിൽ കോറി അടവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോറി എന്നാ ഇനി തുറക്കുകയെന്നറിയില്ല. കോറി തുറന്നിട്ട് നമുക്ക് കല്ല് കിട്ടിയിട്ട് വേണം. അപ്പോൾ ഫൗണ്ടേഷൻ നിറക്കാൻ കുറച്ച് പുഴങ്കല്ല് ഇതാ ഇതുപോലെയുള്ള കുറച്ച് കല്ല് അവിടെ ഉണ്ട്. അത് ഇട്ടിട്ട് അവർ പോവും. പിന്നെ കല്ലിറക്കിയിട്ടേ വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം എന്താ, തൊണ്ടയ്ക്ക് ഒരു ഭയങ്കര തൊണ്ടവേദന പോലെ ഉണ്ട് കേട്ടോ.
മഴ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒച്ച മാറിയതുപോലൊരു തോന്നൽ. ഒച്ച പെട്ടെന്ന് കേട്ട് സൗണ്ട്, ഞാൻ ഒച്ച എന്ന് പറയുന്ന സൗണ്ട് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സൗണ്ടിന് നല്ല മാറ്റമുണ്ടേ. എന്താ പറയുക, പിന്നെ ജലദോഷത്തിൻ്റെയൊക്കെ ആരംഭവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു വിശേഷം. അപ്പോൾ കൂട്ടുകാരെ, വീട് പണി തീരാനും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോസിലൂടെ ഇങ്ങനെ കാണിച്ച് തരണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പണിക്കാർ അവിടെ ഉള്ളതാണ്. കഞ്ഞി ഒക്കെ കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അവർ രാവിലെ വന്നതല്ലേ പണിക്ക്.